കേരളത്തിൽ പുരോഗമിച്ചു വരുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച കരട് പട്ടികയിൽ പരാതികളും ആക്ഷേപങ്ങളും അറിയിക്കാനുള്ള സമയപരിധി അവസാനിക്കുകയാണ്. ഇന്ന് വരെയാണ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെയും യുക്തിപരമായ പിഴവുകൾക്കെതിരെയും പരാതി അറിയിക്കാൻ അവസരം നൽകിയിരിക്കുന്നത്. നേരത്തെ ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു അവസാന തീയതി. പിന്നീട് സുപ്രീം കോടതി ഇടപെട്ടതിനെ തുടർന്നാണ് ഒരാഴ്ച കൂടി സമയം നീട്ടി നൽകിയത്. അതേസമയം ഹിയറിംഗിനുള്ള സമയപരിധി അവസാനിച്ചിട്ടില്ല. ഫെബ്രുവരി 14 വരെ ഹിയറിംഗ് നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള സമയപരിധിയും അവസാനിക്കുകയാണ്. വിദേശത്ത് ജനിച്ച ഇന്ത്യക്കാർക്ക് വോട്ട് ചേർക്കാൻ ഓഫ്ലൈനായും അവസരം നൽകി പുതിയ നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചിരുന്നു. അതിനിടെ SIR അന്തിമ പട്ടികയിൽ നിന്നും പുറത്താകുന്നവരുടെ ആദ്യഘട്ട പട്ടികയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2.52 കോടി വോട്ടർമാരാണ് SIR കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടും 2002 വോട്ടർ പട്ടികയുമായി മാപ്പിംഗ് ചെയ്യാനാകാത്തവർക്കായാണ് പരാതികളും ആക്ഷേപങ്ങളും അറിയിക്കുന്നതിനും ഹിയറിംഗിനും അവസരം ഒരുക്കിയിരുന്നത്. ഇതിന്റെ ഭാഗമായി ഹിയറിംഗ് നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. കരട് വോട്ടർ പട്ടികയും 2002 വോട്ടർ പട്ടികയുമായി മാപ്പിംഗ് ചെയ്യാനാകാത്ത 19 ലക്ഷം പേരാണ് ഉള്ളത്. ഇതിനു പുറമെ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി അഥവാ യുക്തിപരമായ പിഴവുകൾ സംഭവിച്ചവരുടെ മറ്റൊരു വിഭാഗവുമുണ്ട്. പേര് വിവരങ്ങളിൽ വൈരുദ്ധ്യമുള്ളവരെയാണ് ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവരെ ഹിയറിംഗിന് നോട്ടീസ് നൽകി വിളിപ്പിക്കുന്ന നടപടി പുരോഗമിച്ചു വരികയാണ്. ഫെബ്രുവരി 14 വരെ ഹിയറിംഗ് നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. അർഹരായ ഒരാൾ പോലും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഫെബ്രുവരി 21 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. പുതിയ വോട്ടർമാർക്ക് SIR വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിന് പേര് ചേർക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. കരട് SIR വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് ഒരു മാസത്തിനിടെ പുതുതായി പേര് ചേർക്കുന്നതിനായി 9,27,484 അപേക്ഷകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചത്. പ്രവാസി വോട്ടർമാരായി പേര് ചേർക്കുന്നതിന് 1,42,287 അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട്. പേര് പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് 16,007 അപേക്ഷകളും കമ്മീഷന് മുന്നിലെത്തി. ഹിയറിംഗ് കൂടി തീരുന്നതോടെ SIR അന്തിമ പട്ടികയിൽ നിന്നും പുറത്താകുന്ന വോട്ടർമാരുടെ ആദ്യഘട്ട പട്ടികയും കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. 9,868 പേരാണ് പുറത്താകുക. കരട് പട്ടികയിൽ ഉൾപ്പെട്ടുവെങ്കിലും വിദേശത്തുള്ളവരും മരിച്ചവരും അടക്കമാണ് ഈ 9,868 പേർ. ഇതിൽ 1,441 പേർ എന്യൂമറേഷൻ കാലത്ത് മരിച്ചവരാണ്. 997 പേർ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചവരും 7,430 പേർ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ മണ്ഡലങ്ങളിലേക്കോ താമസം മാറിയവരുമാണ് എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. ബന്ധുക്കൾ എന്യൂമറേഷൻ ഫോം ഒപ്പിട്ട് നൽകാത്തതിനെ തുടർന്നാണ് മരിച്ചവർ ഒഴികെയുള്ളവർ കരട് പട്ടികയിൽ ഉൾപ്പെട്ടത് എന്നാണ് വിവരം. വിദേശത്ത് ജനിച്ച ഇന്ത്യക്കാർക്ക് ആശ്വാസമായി പുതിയ നിർദ്ദേശവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാധാരണ വോട്ടറാകാൻ അപേക്ഷിക്കുന്ന ഫോം 6 അല്ലെങ്കിൽ പ്രവാസി വോട്ടറാകാൻ അപേക്ഷിക്കുന്ന ഫോം 6A എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് ഇത്തരം വോട്ടർമാർക്ക് ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. വിദേശത്ത് ജനിച്ച പ്രവാസികൾക്ക് നാട്ടിലുള്ള ബന്ധുക്കളുടെ സഹായത്തോടെ ഓഫ്ലൈനായി BLOമാർ വഴിയോ EROമാർ വഴിയോ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. വിദേശത്ത് ജനിച്ച ഇന്ത്യക്കാർക്ക് ഇന്ത്യയിൽ വോട്ട് ചേർക്കുന്നതിനുള്ള അപേക്ഷയിലെ സാങ്കേതിക കുരുക്കഴിച്ചാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സൗകര്യം സുതാര്യമാക്കിയിരിക്കുന്നത്. ഇന്ത്യക്ക് പുറത്ത് ജനിച്ചവർ ഫോം 6, ഫോം 6A എന്നിവ ഉപയോഗിച്ച് വോട്ട് ചേർക്കുമ്പോൾ ഏത് രാജ്യത്ത് ജനിച്ചു എന്ന് രേഖപ്പെടുത്താൻ മുൻപ് സാധിച്ചിരുന്നില്ല. ഈ സാങ്കേതിക പിഴവിനാണ് പരിഹാരം കണ്ടിരിക്കുന്നത്. അപേക്ഷാ ഫോമിൽ ഇനി മുതൽ ജനന സ്ഥലവും ഇന്ത്യക്ക് പുറത്ത് എന്ന ഓപ്ഷനും ജനിച്ച രാജ്യവും രേഖപ്പെടുത്താനാകും. നിലവിൽ വെബ്സൈറ്റ് വഴി രേഖ സമർപ്പിക്കാൻ കഴിയാത്തവർക്ക് ഓഫ്ലൈൻ വഴി സംവിധാനം സജ്ജീകരിക്കുമെന്നാണ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ചട്ടപ്രകാരം 1992 മുൻപ് ഇന്ത്യക്ക് പുറത്ത് ജനിച്ചവരുടെ പിതാവിന് ഇന്ത്യയിൽ പൗരത്വമുണ്ടായാലും 92 ശേഷമാണ് ജനനമെങ്കിൽ മാതാവിനും പിതാവിനും ഇന്ത്യൻ പൗരത്വമുണ്ട് എങ്കിലും മക്കൾക്കും ഇന്ത്യൻ പൗരത്വത്തിന് അർഹതയുണ്ട്. പക്ഷേ ഫോം 6A ജനന സ്ഥലം അടയാളപ്പെടുത്തേണ്ട കോളത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രമാണ് നേരത്തെ കൊടുത്തിരുന്നത്. ഈ സാഹചര്യത്തിൽ ജനനസ്ഥലം എവിടെ രേഖപ്പെടുത്തുമെന്നുള്ള ആശയക്കുഴപ്പം പ്രവാസികളെ വലച്ചിരുന്നു. ഈ ബുദ്ധിമുട്ടിന് ഇതോടെ പരിഹാരമാകുകയാണ്.
ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന BLO ആപ്പ് വഴി വിദേശത്ത് ജനിച്ചവർക്കും അപേക്ഷ സമർപ്പിക്കാം. BLO ആപ്പിലൂടെ അപേക്ഷകൾ സ്വീകരിക്കാനും രേഖകൾ പരിശോധിക്കാനും BLOമാർക്ക് സാധിക്കും. പുതുക്കിയ പാസ്പോർട്ട് പ്രകാരമുള്ള 2 അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന വിധത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എറോനെറ്റ് സെറ്റ് നേരത്തെ സജ്ജമാക്കിയിരുന്നു. SIRന്റെ ഭാഗമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ഓൺലൈനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ eci.gov.in എന്ന ലിങ്ക് വഴിയോ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ceo.kerala.gov.in എന്ന ലിങ്ക് വഴിയോ അതുമല്ലെങ്കിൽ BLOമാർ വഴി നേരിട്ടോ അപേക്ഷകൾ സമർപ്പിക്കാം. സാധാരണ വോട്ടർമാരാകാൻ ഫോം 6, പ്രവാസി വോട്ടർമാരാകാൻ ഫോം 6A എന്നിവയാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ അപേക്ഷിക്കുന്നവർക്ക് ഫെബ്രുവരി 21 പുറത്തിറങ്ങുന്ന SIR അന്തിമ പട്ടികയുടെ ഭാഗമാകാൻ അവസരമുണ്ട്. ഇത് കഴിഞ്ഞും പേര് ചേർക്കാൻ അവസരമുണ്ട് എങ്കിലും സപ്ലിമെന്ററി വോട്ടർ പട്ടികയിലാകും ഇവർ ഉൾപ്പെടുക. SIR കരട് പട്ടികയിൽ പുറത്തായവർക്ക് മുന്നിൽ ഇനിയുള്ള ഏക മാർഗം പുതുതായി വോട്ട് ചേർക്കുക എന്നത് മാത്രമാണ്. പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടി തെറ്റാണ് എങ്കിൽ ഫോം 6 വഴി പുതിയ വോട്ടറായി ചേരാം. BLOമാർ വഴി നേരിട്ടോ ഓൺലൈനായോ ഫോം 6 ഉപയോഗിച്ച് അപേക്ഷിക്കാനാകും. ഇത്തരത്തിൽ പുതുതായി അപേക്ഷിക്കുന്നവർക്ക് പുതിയ വോട്ടർ കാർഡും നമ്പരുമാണ് ലഭിക്കുക. SIRമായി ബന്ധപ്പെട്ട് ഒരു പ്രധാന ആശയക്കുഴപ്പം ആധാർ ഔദ്യോഗിക രേഖയായി പരിഗണിക്കുമോ എന്നതായിരുന്നു. ഈ ആശയക്കുഴപ്പത്തിനും സുപ്രീം കോടതി പരിഹാരം കണ്ടിട്ടുണ്ട്. സ്വകാര്യ കേന്ദ്രങ്ങൾ വഴിയാണ് ആധാർ നൽകുന്നത് എന്നതിനാൽ ഇത് ഔദ്യോഗിക രേഖയായി കാണാനാകില്ല എന്ന BJP നേതാവിന്റെ വാദമാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം തള്ളിക്കളഞ്ഞത്. ഇതോടെ ഇക്കാര്യത്തിൽ വോട്ടർമാർക്കുള്ള ആശങ്ക നീങ്ങി. പാസ്പോർട്ട് വിതരണം പോലും സ്വകാര്യ ഏജൻസികൾക്ക് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുന്ന കാലമാണ് ഇതെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് BJP നേതാവിന്റെ വാദം തള്ളിയത്. അങ്ങനെ നിരീക്ഷിച്ചാൽ ഏത് രേഖയും വ്യാജമായി നിർമ്മിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടല്ലോ എന്നും കോടതി ഓർമ്മിപ്പിച്ചു. പൗരത്വത്തിന് തെളിവല്ല എങ്കിലും തിരിച്ചറിയൽ രേഖയായി ആധാർ പരിഗണിക്കാവുന്നതാണ് എന്ന് നേരത്തെ വ്യക്തമാക്കിയതാണ് എന്നും കോടതി ആവർത്തിച്ചു.